നമസ്കാരം. കേരളം ഇനി ആര് ഭരിക്കും എന്നതിലൊരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ആഞ്ഞടിച്ചിരിക്കുകയാണ് UDF. ഇപ്പോൾ 102 സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക് കയറുകയാണ്. എല്ലാ മേഖലകളിലും UDFന്റെ സമഗ്രമായ ആധിപത്യം തന്നെയാണ് കാണാൻ സാധിച്ചത്. LDF കോട്ടകൾ വരെയും തകർത്ത വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് UDF. എന്തായാലും വലിയ വിജയ ആഹ്ലാദത്തിൽ തന്നെയാണ് UDF ഇപ്പോൾ ഉള്ളത്. ഈ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. സംസ്ഥാനത്ത് ആഞ്ഞടിച്ച് UDF തരംഗം. 102 സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക്. എല്ലാ മേഖലകളിലും UDFന്റെ സമഗ്ര ആധിപത്യം. LDF കോട്ടകളിൽ തകർത്ത് വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടി. 35 സീറ്റുകളിൽ ഒതുങ്ങി ഇടതു മുന്നണി. പയ്യന്നൂരിലും തളിപ്പറമ്പും അടക്കം CPIM കോട്ടകൾ പിടിച്ചെടുത്ത UDF തരംഗം. ധർമ്മടത്ത് പിണറായി വിജയന് 6 റൗണ്ട് വരെ പിന്നിലായതിനു ശേഷം വീണ ജോർജ്, വി ശിവൻകുട്ടി, പി രാജീവ്, MP രാജേഷ് അടക്കമുള്ള 10 മന്ത്രിമാരും തോറ്റു. കേരള കോൺഗ്രസ് എമ്മിനും കനത്ത തിരിച്ചടി. ശക്തി കേന്ദ്രങ്ങളിലടക്കം മത്സരിച്ച 12 സീറ്റുകളിലും പരാജയം. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പാലായിലും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും പരാജയപ്പെട്ടു. മത്സരിച്ച 2 മണ്ഡലത്തിലും പരാജയപ്പെട്ട് NCP. എലത്തൂരിൽ AK ശശീന്ദ്രനും കുട്ടനാട്ടിൽ തോമസ് കെ തോമസും തോറ്റു. സംസ്ഥാനത്ത് വീണ്ടും അക്കൗണ്ട് തുറന്ന് BJP. നേമത്തെ രാജീവ് ചന്ദ്രശേഖരനും കഴക്കൂട്ടത്ത് V മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറിനും അട്ടിമറി ജയം. നേമത്ത് ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയത് 3800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. V മുരളീധരന്റെ വിജയം അവസാന ലാപ്പിൽ കടകംപള്ളി മലർത്തിയടിച്ചു. 10 വർഷം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും മാറാത്തത് മാറിയെന്ന് രാജീവ് ചന്ദ്രശേഖർ. തമിഴ്നാട്ടിൽ വൻ അട്ടിമറി. ഞെട്ടിച്ച് വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് വൻ മുന്നേറ്റം. 100ലേറെ സീറ്റുകൾ നേടി 1ാം സ്ഥാനത്ത്. കൊളത്തൂരിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന് തോൽവി. തുടർഭരണം പ്രതീക്ഷിച്ച DMKയ്ക്ക് വൻ തിരിച്ചടി. പുതുച്ചേരിയിൽ ഭരണം നിലനിർത്തി BJP. പശ്ചിമബംഗാൾ പിടിച്ചെടുത്ത BJP 200ലേറെ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക്. തൃണമൂലിന് വൻ തിരിച്ചടി. 100 സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. അസമിൽ വൻ വിജയത്തോടെ ഭരണം നിലനിർത്തി BJP. വിശദമായ വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് UDFന്റെ തരംഗം. 100ലേറെ സീറ്റുകളുമായി UDF അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. LDF 35 സീറ്റുകളിലാണ് ഒതുങ്ങിയത്. ശക്തി കേന്ദ്രങ്ങളിലടക്കം ശക്തമായ തിരിച്ചടിയാണ് CPIM നേരിട്ടത്. പയ്യന്നൂർ UDF പിന്തുണയോടെ മത്സരിച്ച മുൻ CPIM നേതാവ് V കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച TK ഗോവിന്ദൻ, അമ്പലപ്പുഴയിൽ CPIM മുതിർന്ന നേതാവ് G സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു. അതേസമയം BJP കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറന്നു. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, വലിയൊരു തരംഗമാണ് UDF കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം അടിച്ചിട്ടിരിക്കുകയാണ് UDF. വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് ഇപ്പോൾ UDF ഉള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കേരളത്തിൽ വൻ മുന്നേറ്റമാണ് UDF നടത്തിയത്. പ്രവചനങ്ങൾ പോലെ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം. 102 സീറ്റുകളിലാണ് UDF വിജയം ഉറപ്പിച്ചത്. 102 സീറ്റുകളിൽ UDF അധികാരം ഉറപ്പിച്ചപ്പോൾ LDF തകർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യ മണിക്കൂറുകളിൽ അല്പസമയം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് മാറി മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ബഹുദൂര
ദൂരം UDF മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് ദൃശ്യമായത്. ഏതായാലും 35 സീറ്റുകളിലാണ് നിലവിൽ ഇപ്പോൾ LDF-ന് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട സീറ്റുകളിലെല്ലാം തന്നെ വലിയ തോൽവി ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായി. വലിയ തിരിച്ചടി പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡുമൊക്കെ CPM-നെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. കണ്ണൂരിൽ പയ്യന്നൂരും അതുപോലെ തന്നെ തളിപ്പറമ്പിലും സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് അവിടെ വി കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദനുമാണ് അവിടെ ജയിച്ചത്. നമുക്കറിയാവുന്ന പോലെ ഇരുവരും പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് അവിടെ ഈ പാർട്ടിയിൽ നിന്ന് മാറുന്നതും പിന്നീട് സ്വതന്ത്രരായി മത്സരിക്കുന്നതും അവർക്ക് UDF-ന്റെ പിന്തുണ നൽകുകയും ചെയ്തത്. അതുപോലെ തന്നെ പാർട്ടിയുമായി പ്രശ്നം പിണങ്ങിയിറങ്ങിയ G സുധാകരൻ അമ്പലപ്പുഴയിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് UDF-ന്റെ പിന്തുണയോടെ ജയിച്ച് കയറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തെക്കൻ കേരളത്തിലാണെങ്കിലും മധ്യ കേരളത്തിലാണെങ്കിലും വടക്കൻ കേരളത്തിലാണെങ്കിലും കേരളത്തിൽ എല്ലായിടത്തും തന്നെ UDF-ന്റെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന സാഹചര്യമാണ് കണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പല ജില്ലകളിലും തൂത്തുവാരിക്കൊണ്ട് തന്നെ UDF പോയി. പ്രത്യേകിച്ച് എറണാകുളം, അതുപോലെ തന്നെ ഇടുക്കി, അതുപോലെ തന്നെ മലപ്പുറം അടക്കമുള്ള ജില്ലകൾ, വയനാട് അടക്കമുള്ള ജില്ലകൾ പൂർണ്ണമായും തൂത്തുവാരിക്കൊണ്ടാണ് UDF പോയത് എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ കോഴിക്കോട് ബേപ്പൂരിൽ മാത്രമാണ് LDF-ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രം വിജയിച്ചു. ബാക്കി എല്ലായിടത്തും വിജയം UDF-നൊപ്പമായിരുന്നു. അങ്ങനെ വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. VD സതീശൻ പറഞ്ഞതിനപ്പുറത്തേക്ക് 102 സീറ്റ് എന്ന നിലയിലേക്ക് UDF-ന് എത്താൻ കഴിഞ്ഞു. അതേസമയം CPIM-ന് അവരുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ NDA-യുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ NDA-ക്ക് വലിയ മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അവർ കഴിഞ്ഞ തവണ നേമത്ത് പൂട്ടിപ്പോയ ആ അക്കൗണ്ട് തുറന്നു, രാജീവ് ചന്ദ്രശേഖറിലൂടെ തുറന്നു എന്ന് മാത്രമല്ല 2 അധികമായി സീറ്റുകൾ കൂടി പിടിച്ചെടുത്തു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ NDA BJP-യെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. നേമത്ത് രാവിലെ മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ ഒരു മുന്നേറ്റം കാഴ്ച വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ കഴക്കൂട്ടത്തും ഒരു ശക്തമായ പോരാട്ടം രാവിലെ മുതൽ തന്നെ ദൃശ്യമായിരുന്നു. അവിടെ കടകംപള്ളി സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കനത്ത പോരാട്ടമാണ് നടന്നത്. അവസാനത്തെ റൗണ്ട് എണ്ണിത്തീർന്നതോടുകൂടി അവസാനത്തെ ലാപ്പിൽ 20 വോട്ടുകൾക്ക് അവിടെ വി മുരളീധരൻ ജയിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് എന്നുള്ളതാണ്. അവസാനം വരെ ശക്തമായ പോരാട്ടമാണ് കഴക്കൂട്ടത്ത് നടന്നത്. അതുപോലെ തന്നെ ചാത്തന്നൂർ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരും BJP-ക്കൊപ്പമാണ് നിൽക്കുന്നത്. അതും BB ഗോപകുമാർ, അതും പ്രതീക്ഷിക്കാതെ അവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJP 2ാം സ്ഥാനത്തെത്തിയെങ്കിലും BJP അവിടെ വിജയത്തിലേക്ക് പോകുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ അവിടെയും വലിയ വിജയത്തിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 3ഇടത്ത് BJP-ക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഓരോ ജില്ലകളിലേക്ക് വന്നാലും തിരുവനന്തപുരത്താണെങ്കിലും കഴിഞ്ഞ തവണ UDF-നെ സംബന്ധിച്ച് കോവളം മാത്രമാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് കൂടുതൽ സീറ്റുകളിലേക്ക് നെയ്യാറ്റിൻകരയും പാറശാലയും അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലും പിന്നെ കാട്ടാക്കടയും അടക്കമുള്ള സീറ്റുകൾ, വാമനപുരത്ത് ഏതാണ്ട് 45 വർഷത്തിന് ശേഷമാണ് അവിടെ UDF-ന് വിജയിക്കാൻ കഴിയുന്നത്. അങ്ങനെ വാമനപുരം അടക്കം സീറ്റുകൾ ജയിച്ചു. കൊല്ലത്ത് പുനലൂരും അതുപോലെ തന്നെ കൊട്ടാരക്കരയിലുമാണ് LDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. മറ്റെല്ലായിടങ്ങളും തൂത്തുവാരിക്കൊണ്ടു പോകുന്ന കാഴ്ച UDF-ന്റെ ഭാഗത്തു നിന്ന് കണ്ടു. പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ പരാജയപ്പെട്ടു. KB ഗണേഷ് കുമാർ അവിടെ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമാണ്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് മുമ്പിൽ തോൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പത്തനംതിട്ടയിൽ കോന്നിയിൽ മാത്രമാണ് LDF-ന് വിജയിക്കാൻ കഴിഞ്ഞത്. അത് അവസാന നിമിഷമാണ് കോന്നിയിൽ KU ജനീഷ് കുമാർ, ഇപ്പോഴത്തെ സിറ്റിംഗ് MLA കൂടിയായ ജനീഷ് കുമാർ അവിടെ ജയിച്ചു കയറിയത്. ബാക്കി എല്ലായിടത്തും കനത്ത തോൽവി ഏറ്റുവാങ്ങി. നമുക്കറിയാവുന്ന പോലെ മന്ത്രി വീണ ജോർജ് അവിടെ ആറന്മുളയിൽ അബിൻ വർക്കിയോട് പരാജയപ്പെട്ടു. ഏതാണ്ട് 9000-ന് മുകളിൽ വോട്ട് നേടിയാണ് അബിൻ വർക്കി ആറന്മുളയിൽ വിജയിച്ച് കയറിയത്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് പരാജയപ്പെട്ടു. ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും ചേർത്തലയിലുമാണ് LDF വിജയിച്ചത്. ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ, അതുപോലെ തന്നെ
മാവേലിക്കരയിൽ നിലവിലെ MLA കൂടിയായ MS അരുൺകുമാർ എന്നിവരാണ് ജയിച്ചത്. ചേർത്തലയിൽ മന്ത്രി P പ്രസാദും ജയിച്ചു. അതേസമയം ആലപ്പുഴയിൽ കായംകുളം അടക്കമുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടു. കായംകുളം, ആലപ്പുഴ, അതുപോലെ തന്നെ ഹരിപ്പാട്, അതുപോലെ തന്നെ ചേർത്തല, അരൂരടക്കമുള്ള സീറ്റുകൾ UDF-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് നഷ്ടമായി. അതിൽ പ്രത്യേകിച്ച് അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് ഒരു വലിയ മാറ്റം സംഭവിച്ചത്. അതായത് അമ്പലപ്പുഴയിൽ നമുക്കറിയാവുന്നതുപോലെ UDF മുതിർന്ന CPM നേതാവ് G സുധാകരനാണ് അവിടെ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചത്. നമുക്കറിയാവുന്ന പോലെ G സുധാകരൻ പാർട്ടിയുമായി പിണങ്ങി ഇറങ്ങുകയാണ് ചെയ്തത്. രൂക്ഷമായ വിമർശനങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങിയ G സുധാകരൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. G സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ H സലാമിനെ വൻ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി വിജയിച്ച് വരികയാണ് ചെയ്തത്. ഏതായാലും എറണാകുളത്ത് മുഴുവൻ സീറ്റുകളും UDF വിജയിച്ചു കയറി. കഴിഞ്ഞ തവണ കോതമംഗലവും വൈപ്പിനും കൈവിട്ട UDF ഇത്തവണ അത് രണ്ടും തിരിച്ച് പിടിച്ചു. വൈപ്പിനിൽ ടോണി ചെമ്മണിയും അതുപോലെ തന്നെ കോതമംഗലത്ത് ഷിബു തെക്കുംപുറവും വിജയിച്ചു. അങ്ങനെ എല്ലാ സീറ്റുകളും നേടിയാണ് അവിടെ നിന്ന് പോകുന്നത്. കോട്ടയത്തും വൻ മുന്നേറ്റമാണ് UDF നടത്തിയത്. അവിടെ എല്ലാ സീറ്റുകളും UDF പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേരള കോൺഗ്രസ് M സമ്പൂജരായി പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാവുന്ന പോലെ അവർക്ക് വലിയ മുന്നേറ്റമൊക്കെ അവരുടെ ശക്തി കേന്ദ്രമാണ് കോട്ടയം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ കൂടെ നിന്ന ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും അതുപോലെ തന്നെ പൂഞ്ഞാറും കേരള കോൺഗ്രസ് M-നെ കൈവിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സ്വന്തം കേരള കോൺഗ്രസ് M-ന്റെ സ്വന്തം തട്ടകമായ പാലയിൽ തുടർച്ചയായ രണ്ടാം തവണയും ഈ കേരള കോൺഗ്രസ് M പരാജയപ്പെട്ടു. ഇത്തവണ പാലയിൽ ഇറങ്ങിയത് ജോസ് കെ മാണിയാണ്. പാർട്ടിയുടെ ചെയർമാൻ K മാണിയുടെ മകൻ എന്ന നിലയിൽ ഒക്കെ ഇറങ്ങിയതാണ്. കഴിഞ്ഞ തവണ ജോസ് കെ മാണി മത്സരിച്ചിരുന്നില്ല. പക്ഷെ ഇത്തവണ ജോസ് കെ മാണി ഇറങ്ങിയാൽ മണ്ഡലം തിരികെ വരുമെന്നൊരു പ്രതീക്ഷ കേരള കോൺഗ്രസ് M-നും LDF-നും ഉണ്ടായിരുന്നു. പക്ഷേ ജോസ് കെ മാണിയെ കൈവിടുകയാണ് ചെയ്തത്. അവിടെ മാണി സി കാപ്പൻ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ശക്തമായ പോരാട്ടമാണ് പൂഞ്ഞാറിൽ നടന്നത്. പൂഞ്ഞാറിൽ പക്ഷേ അവിടെ AJ സെബാസ്റ്റ്യൻ ജയിച്ചിരിക്കുന്നു UDF-ന്റെ. ഇടുക്കിയെ സംബന്ധിച്ച ദേവികുളം അടക്കം മണ്ഡലങ്ങളിൽ വലിയ പോരാട്ടം നടന്നുവെങ്കിലും അവിടെയും ഇടുക്കിയിൽ UDF-ന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് കണ്ടത്. തൃശ്ശൂരിൽ പിന്നെയും LDF-ന് നില കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പാലക്കാട് വലിയ തട്ടുകേടില്ലാതെ കടന്നു പോകാനായി കഴിഞ്ഞു. അതേസമയം പാലക്കാടിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലം എന്ന് പറയുന്നത് ഈ പാലക്കാട് മണ്ഡലം തന്നെയാണ്. അവിടെ രാവിലെ മുതൽ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വളരെ സമയം ലീഡ് നിലയിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ അത് പതിയെ മാറുകയും ചെയ്തിരുന്നു. പതിയെ മാറി രമേശ് പിഷാരടി ലീഡ് തിരിച്ചു പിടിച്ച ഏതാണ്ട് 12,000-ഓളം വോട്ടുകൾക്ക് രമേശ് പിഷാരടി പാലക്കാട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് മന്ത്രി MB രാജേഷ് തൃത്താലയിൽ തോറ്റു. അവിടെ തുടക്കം മുതൽ തന്നെ ഈ VT ബൽറാമിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഏതായാലും മന്ത്രി MB രാജേഷ് പരാജയപ്പെട്ടിരിക്കുന്നു. എറണാകുളത്തെ മന്ത്രി P രാജീവും അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും പരാജയപ്പെട്ടു എന്നുള്ളതും ഇതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഏതാണ്ട് 10ഓളം മന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇത്തവണ LDF-നെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്രയും വലിയൊരു തോൽവി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എക്സിറ്റ് പോളുകൾ പോലും ഇത്രയും വലിയൊരു തോൽവി പ്രവചിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ തോൽവിയുടെ കാരണങ്ങൾ CPM പഠിക്കുമെന്ന് MB ഗോവിന്ദൻ മാസ്റ്റർ അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനമൊട്ടാകെ UDF-ന്റെ വലിയൊരു തരംഗം തന്നെയാണ് നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 100-ലേറെ സീറ്റുകളുമായി UDF അധികാരവും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 10 വർഷത്തെ ഇടതിൻ്റെ ഭരണം താഴെ ഇറക്കിക്കൊണ്ടുള്ള വലിയൊരു വിജയമാണ് UDF സ്വന്തമാക്കിയിട്ടുള്ളത്. LDF 35 സീറ്റുകളിലാണ് ഒതുങ്ങിപ്പോയിരിക്കുന്നത്. ശക്തി കേന്ദ്രങ്ങളിലടക്കം ശക്തമായ തിരിച്ചടിയാണ് CPM നേരിടേണ്ടി വന്നത്. ഈ CPM-ന്റെ കോട്ടകളെല്ലാം തകർത്തുകൊണ്ടുള്ളൊരു വിജയം തന്നെയാണ് UDF നേടിയിട്ടുള്ളത്. പയ്യന്നൂർ UDF-ന്റെ
പിന്തുണയോടെ മത്സരിച്ച മുൻ CPIM നേതാവായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച TK ഗോവിന്ദനും അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ CPIM മുതിർന്ന നേതാവായിട്ടുള്ള G സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയൊരു വിജയം തന്നെയാണ് UDF നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ BJP നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. BJP കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്കു ശേഷം. അച്ചയൻസ് ഗോൾഡ് കേരളാംഗം വോട്ടെണ്ണൽ ദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. പവേർഡ് ബൈ നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. അസോസിയേറ്റ് സ്പോൺസർ അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. SLBS Marklands ഒരു പ്രൊഫഷണൽ ജോലിക്കായി പഠിക്കൂ SLBS Marklands. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. An academy for future doctors and engineers. Future powered by Gokulam. Sapphire 7 roof tile gun. Enda bhangi, enda edupu. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Co-sponsor Jewel Rock Gold Loan, Kerala and Tamil Nadu. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Roof വർഷങ്ങൾ കഴിഞ്ഞാലും മായില്ല, മറയില്ല. പകിട്ടോടെയും തലയെടുപ്പോടെയും നിൽക്കും എന്നും. Sapphire 7 roof tile gun. എന്താ ഭംഗി, എന്താ എടുപ്പ്. BCom പാസ്സായി കഴിഞ്ഞവർക്ക് ACCAക്ക് 5 പേപ്പേഴ്സ് എക്സംഷൻ. Learn ACCA Chartered Certified Accountancy course only from Indian Institute of Commerce, Lakshya. നിങ്ങളുടെ നിക്ഷേപത്തിന് ഉയർന്ന മൂല്യവും സുരക്ഷയും ഉറപ്പാക്കാൻ ധർമ്മപ്രിയയ്ക്ക് സാധിക്കും. സമ്പാദ്യം ഒരു ശീലമാക്കൂ ധർമ്മപ്രിയയ്ക്കൊപ്പം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഗോബോ നന്ദില ജിമാർട്ടിൽ നിന്നും AC-കളും ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ ചില്ലാക്സ് ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം 5 ടാറ്റ പഞ്ച് കാറുകൾ. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. ഇതെന്താ SIPയോ? അല്ലടോ, ഇത് കോയിൻ പ്ലസ്, സിസ്റ്റമാറ്റിക് സേവിംഗ്സ് പ്ലാൻ. ചിട്ടിക്ക് ഒരു ഡിജിറ്റൽ വഴി. കേന്ദ്ര ചിട്ടി നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കോയിൻ പ്ലസിൽ ഇഷ്ടത്തിനനുസരിച്ച് ഒരു SSB തിരഞ്ഞെടുക്കാം. UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴി പണമടയ്ക്കാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മോണിറ്റർ ചെയ്യാനും ഓപ്ഷൻ നടത്തുവാനും പ്രൈസ് മണി ദിവസങ്ങൾക്കകം അക്കൗണ്ടിൽ സ്വീകരിക്കുവാനും സൗകര്യമുണ്ട്. കൂടാതെ ആവശ്യമെങ്കിൽ ക്യാഷ് കളക്ഷൻ സൗകര്യവും ലഭ്യമാണ്. The smart way to save, the easy way to borrow. Finovest Coin Plus. ഇപ്പോൾ തന്നെ കോയിൻ പ്ലസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ, കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. ദ പെർഫെക്റ്റ് പാർട്ട്ണർ ഫോർ യുവർ പെയിന്റ് ജോബ്. ജെൻലാക് NC തിന്നർ. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBISലൂടെ. IBIS Academy of Higher Education. വാർത്തകൾ തുടരുന്നു. ഒരു വർഗീയവാദത്തിനു മുന്നിലും കീഴടങ്ങാത്തതിന്റെ അംഗീകാരമാണ് UDF വിജയമെന്ന് VD സതീശൻ. പുതുയുഗം കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. കേരളത്തെ ഒന്നാമതെത്തിക്കാനുള്ള പദ്ധതികളായി മുന്നോട്ടു പോകും. ടീം UDF മുന്നണി രാഷ്ട്രീയത്തിനുള്ള മാതൃകയാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാര്യം ഹൈക്കമാൻഡ് 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്നും VD സതീശൻ പറഞ്ഞു.
ഇത് കേരളത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ രാജ്യത്തോട്. നമ്മുടെ കേരളം മതേതര കേരളമാണ് എന്ന് രാജ്യത്തോട് മലയാളികൾ നടത്തിയ പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഗീയവാദത്തിന്റെയും മുന്നിൽ കീഴടങ്ങാതെ എല്ലാ വർഗീയവാദത്തിനും എതിരായ ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിന്റെ അംഗീകാരം കൂടിയാണ് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടീം UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും വലിയ ഉജ്ജ്വലമായ വിജയം ടീം UDFന് സമ്മാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ഒരു കുടുംബമായി, ടീം UDF ഫാമിലിയായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. നേതാക്കളും പ്രവർത്തകരും എല്ലാവരും. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിലുള്ള ഒരു മാതൃകയാണ് കേരളത്തിലെ ടീം UDF എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഒരു വാക്ക് നൽകിയിരുന്നു. കേരളത്തിലെ UDFനെ തിളക്കമാർന്ന വിജയത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. 10 വർഷത്തെ ദുർഭരണത്തിന് ജനം നൽകിയ ജനവിധിയാണിതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുന്നണി ഒരു മനസ്സോടെയാണ് പ്രവർത്തിച്ചത്. 100 സീറ്റ് കിട്ടുമെന്നത് ആദ്യമേ പറഞ്ഞിരുന്നുവെന്നും പലരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആയിഷ പോറ്റിൽ തുടങ്ങി പല CPIM നേതാക്കളും UDFിലേക്ക് എത്തി. G. സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ എല്ലാവരും വിജയത്തിന്റെ പാതയിലാണ്. തളിപ്പറമ്പിൽ ഭാര്യയെ നിർത്തിയതിനും തിരിച്ചടി കിട്ടിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജയം സമ്മാനിച്ചതിന് ജനങ്ങളോട് നന്ദി പറയുന്നുവെന്നും ഓരോ പ്രവർത്തകർക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണിതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 10 വർഷത്തെ പോരാട്ടത്തിൽ പ്രവർത്തകർ കള്ളക്കേസും മർദ്ദനവും നേരിട്ടു. തരംഗം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് ആവർത്തിച്ചു പറഞ്ഞു. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടേത് സാങ്കേതിക വിജയം മാത്രമാണ്. UDFന്റെ മുദ്രാവാക്യം പിണറായിയുടെ നാടും അംഗീകരിച്ചു. ജനം വ്യക്തമായ സന്ദേശം നൽകി. കമ്മ്യൂണിസ്റ്റുകാർ UDFനൊപ്പം നിന്നു. കേരളം മാതൃകൾ നൽകിയ തിരഞ്ഞെടുപ്പാണിതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഈ 10 കൊല്ലക്കാലം ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വീതികളിൽ അണിനിരുന്നവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ എത്രയോ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും UDFന്റെ മറ്റു യുവജന സംഘടനകളുടെയും പ്രവർത്തകരെല്ലാം ഭീകരമായിട്ടുള്ള അക്രമത്തെയും കള്ളക്കേസുകളെയും നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അതിനെല്ലാം വളരെ മധുരമായിട്ടുള്ള ഭാഷയിൽ പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ആ ജനങ്ങളോടാണ് ഏറ്റവും വലിയ നന്ദി. ആദ്യം മുതൽ തന്നെ 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരുമെന്ന് ഓരോ പ്രസംഗത്തിലും ഓരോ പത്രസമ്മേളനങ്ങളിലും ആവർത്തിക്കപ്പെട്ടു. ധർമ്മടത്തെ മുഖ്യമന്ത്രിയുടെ വിജയം സാങ്കേതിക വിജയം മാത്രമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യത്തിലുള്ള അംഗീകാരം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലുണ്ടായി എന്നുള്ളതാണ്. കേരളത്തിലുണ്ടായി, പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലും ഉണ്ടായി. വോട്ട് ചെയ്ത ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവർ നൽകിയിരിക്കുന്ന സന്ദേശം കേരള രാഷ്ട്രീയത്തിലെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരോടൊപ്പം UDFന് വോട്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് വരുത്തിക്കുന്നതാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ധർമ്മടത്തെയും ഒക്കെ ഉൾപ്പെടെയുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇലക്ഷൻസ്. കേരളത്തിൽ കണ്ടത് സർക്കാരിനെതിരായ കൊടുങ്കാറ്റെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തിരുന്നവരും UDFന് വോട്ട് ചെയ്തു എന്നും AK ആന്റണി പറഞ്ഞു. അതിശക്തമായ ഒരു ആന്റി ഗവൺമെന്റ് സൈക്ലോണാണ്, ആന്റി ഗവൺമെന്റ് കൊടുങ്കാറ്റാണ്. ഈ കൊടുങ്കാറ്റിന്റെ ശക്തിയിലാണ് വോട്ട് രേഖപ്പെടുത്താൻ തുടങ്ങിയ കാലം മുതൽ, പോളിംഗ് ബൂത്തിൽ തുടങ്ങിയ കാലം മുതൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന ഗണ്യമായ വിഭാഗം ഇടതുപക്ഷ ചിന്താഗതിക്കാരായ വോട്ടർമാർ ഇത്തവണ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞ് UDFന്റെ കൂടെ വന്നു. UDFിനോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ ഇനിയും ഒരു തുടർഭരണമുണ്ടായാൽ കേരളത്തിൽ ഒരു മഹാദുരന്തമായിരിക്കും. ഇടതുപക്ഷത്തെ കൈവിട്ട് UDFന് വോട്ട് ചെയ്തു. ആ രണ്ടും കൂടെ വന്നപ്പോഴാണ് ഒരു സുനാമി അടിക്കുന്ന പോലുള്ള ഒരു അനുഭവം ഇത്തവണ LDF നേടാൻ കാരണം.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF പരാജയം കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പൊതുവെ കേരളത്തിൽ നല്ല പരാജയമാണ് ഉണ്ടായത്. തോൽവിയെക്കുറിച്ച് വികാര പ്രകടനത്തിന്റെ ഭാഗമായി പറയേണ്ടതല്ല. വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ആഴത്തിലുള്ള പഠനം നടത്തും. ഏതെങ്കിലും ഒരു മേഖലയിൽ വോട്ടുകൾ ഏകീകരിച്ചതല്ല പരാജയത്തിന് കാരണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പൊതുവേ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് ഉൾപ്പെടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒക്കെ പരിശോധിക്കേണ്ടിയുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ഒക്കെ എങ്ങനെയാണ് ഒരു വികാര പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടുന്ന ഒന്നാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും. എന്തൊക്കെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ധാരണയോടുകൂടി ഫലപ്രദമായ നിലയിൽ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വിശദമായിട്ടുള്ള പരിശോധനയിൽ ആഴത്തിലുള്ള പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാനാവൂ. അത് തീർച്ചയായിട്ടും പരിശോധിക്കും എന്നാണ് പറയാൻ. ഏകീകൃതമായ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ എല്ലാ വിശദാംശങ്ങളും ചേർത്ത് പരിശോധിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് തിരിച്ചടിയായിട്ട് വന്നിട്ടുള്ളത് തോൽവി നമ്മൾ സമ്മതിക്കില്ലേ, അങ്ങനെ വന്ന തോൽവിയുടെ അടിസ്ഥാനം എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ പാർട്ടിയെ പ്രാപ്തമാക്കാനും സാധിക്കുകയുള്ളൂ. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് കളമശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി P. രാജീവ്. തിരിച്ചടി ഗൗരവതരമാണ്. തിരിച്ചടി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണെന്നും P. രാജീവ് പറഞ്ഞു. അപ്പോൾ ജനവിധി വിനയപൂർവ്വം അംഗീകരിക്കുന്നു. എന്നാൽ ജനവിധി കേരളത്തിൽ നിങ്ങൾക്കറിയാം പൊതുവെ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. കളമശ്ശേരി മണ്ഡലം കഴിഞ്ഞ തവണ പിടിച്ചെടുത്തൊരു മണ്ഡലമാണ്. ഇത്തരമൊരു തിരിച്ചടിയുടെ പൊതുഘട്ടത്തിൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കേരളത്തിലാകെ മുന്നണിക്കുണ്ടായ തിരിച്ചടി അത് പൂർണ്ണമായിട്ടും പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ജനങ്ങൾ മറ്റൊരു രീതിയിലാണ് വിധി എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും. ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി ആവശ്യമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് പിന്നീട് പോകും എന്നാണ് കാണുന്നത്. ഇടുക്കിയിൽ CPIM-നുണ്ടായത് സംസ്ഥാനത്തുണ്ടായ തോൽവിയുടെ ഭാഗമാണെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്ന് കരുതുന്നില്ല എന്നും CV വർഗീസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ടാവുന്ന കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം ഇടുക്കി ജില്ലയിലും ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള സ്ഥിതികളെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം വളരെ വ്യക്തമായ നിലപാട് പറയും. തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി സംബന്ധിച്ച് പരിശോധിക്കും. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള കുറവുകൾ ഏതാണെന്ന് കണ്ടെത്തും, പരിഹരിക്കപ്പെടും. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഏതൊരു വിലയിരുത്തലിൽ പാടിയിട്ടുണ്ടെന്നുള്ള യാതൊരു അഭിപ്രായം. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറന്ന് BJP. കേരളം ഉറ്റുനോക്കിയ നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V. മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറും അട്ടിമറി വിജയമാണ് നേടിയത്. LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ V. ശിവൻകുട്ടിയെ അട്ടിമറിച്ചാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചരിത്ര വിജയം നേടിയത്. 3800 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് വിജയക്കൊടി പാറിച്ചത്. കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അവസാന ലാപ്പിൽ മലർത്തിയടിച്ചാണ് മുരളീധരൻ വിജയിച്ചു കയറിയത്. ചാത്തന്നൂരിലെ BB ഗോപകുമാറും വിജയിച്ചതോടെ കേരള നിയമസഭയിൽ BJPക്ക് ഇനി 3 അംഗങ്ങളുണ്ടാകും. എല്ലാ എക്സിറ്റ് പോളുകളുടെയും ഫലം തെറ്റിച്ചായിരുന്നു ചാത്തന്നൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ വിജയിച്ചത്. R. രാജേന്ദ്രനായിരുന്നു LDF സ്ഥാനാർത്ഥി. സൂരജ് രവിയായിരുന്നു UDF സ്ഥാനാർത്ഥി. 2016-ലും 2021-ലും BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമായിരുന്നു ചാത്തന്നൂർ. ആ 2 വട്ടവും ഗോപകുമാർ തന്നെയായിരുന്നു NDA സ്ഥാനാർത്ഥി. ജനങ്ങൾ തന്ന അവസരത്തിന് നന്ദിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 കൊല്ലം ഭരിച്ച CPM അവരുടെ അഴിമതിയും ശബരിമല കൊള്ളയും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ജനങ്ങൾ മടുത്തു. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. ഈ ഇലക്ഷൻ ഇന്ത്യ അലയൻസിന്റെ എതിരെയായിരുന്നു. അത് വെസ്റ്റ് ബംഗാൾ ആണോ, തമിഴ്നാടാണോ, കേരളമാണോ, 3 സ്ഥലത്തും NDA-ന്റെ എതിരെയാണ് ഒരു മാൻഡേറ്റ്. നാടിനു വേണ്ടി, നിയമത്തിനു വേണ്ടി, കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ ഇന്ന് വാഗ്ദാനം തരുന്നു, ഉറപ്പു തരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
CPIM-നെ ഞെട്ടിച്ച് പാർട്ടി കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും വിമതർക്ക് ജയം. പാർട്ടിയെ വിമതർ ശരിക്കും തിരുത്തി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഹൃദയഭൂമിയിലെ 3 സീറ്റുകൾ പിടിച്ചെടുത്തത് CPIM-ന് ഉന്നത പദവികൾ വഹിച്ച 3 നേതാക്കളാണ്. MV രാഘവന് പോലും സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന ചലനമാണ് ഇത്തവണ സംസ്ഥാനത്ത് 3 നേതാക്കൾ ചേർന്നുണ്ടാക്കിയത്. എല്ലാവരും പാർട്ടിയെ തിരുത്താൻ ഇറങ്ങിയവർ. അതിൽ ഏറ്റവും പ്രധാനം പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ വിജയമാണ്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നാരോപിച്ച് പാർട്ടിയെ കൈയടക്കിയ MLA-ക്കെതിരെ രംഗത്ത് വന്ന കുഞ്ഞികൃഷ്ണനെ വിരട്ടിയും അപമാനിച്ചും ആക്ഷേപിച്ചും ഇല്ലാതാക്കാമെന്ന് കരുതിയ CPM-ന് തെറ്റി. ആരോപണ വിധേയനായ MLA-യെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന ധാർഷ്ട്യം പ്രകടിപ്പിച്ചു. പാർട്ടി കോട്ടയിൽ നിന്ന് മാത്രം 25,000 വോട്ടുകളാണ് കുഞ്ഞികൃഷ്ണൻ ചോർത്തിയത്. സ്വന്തം സീറ്റ് ഭാര്യയ്ക്ക് തീരെഴുതിയ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പടയൊരുക്കം നടത്തി പുറത്തുവന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു TK ഗോവിന്ദനും CPIM-ന് കടുത്ത തിരിച്ചടിയാണ് നൽകിയത്. അമ്പലപ്പുഴയിലെ G സുധാകരന്റെ മിന്നും വിജയവും പാർട്ടിക്ക് ക്ഷീണമായി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവിയുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം. മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് M തോറ്റു. 12 സീറ്റിലും പരാജയം ഏറ്റുവാങ്ങിയതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയമായി മാറിയിരിക്കുകയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. പാലയിൽ ജോസ് കെ മാണിക്ക് 47,808 വോട്ടുകളാണ് നേടാൻ സാധിച്ചത്. എതിർ സ്ഥാനാർത്ഥി മാണി C കാപ്പന് 50,799 വോട്ടുകളും ലഭിച്ചു. ഇടുക്കി ജില്ലയിൽ ചരിത്ര വിജയം നേടി UDF. 2021 അഞ്ചിൽ 4 സീറ്റും LDF-നായിരുന്നുവെങ്കിൽ ഇത്തവണ ജില്ലയിലെ 5 മണ്ഡലങ്ങളും സ്വന്തമാക്കിയിരിക്കുകയാണ് UDF. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും UDF-ന് അനുകൂലമായി മാറിയെന്നാണ് വിലയിരുത്തൽ. ഇടുക്കിയിൽ UDF-ന് ചരിത്ര വിജയം നേടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും കഴിഞ്ഞ 2021 നോക്കുകയാണെങ്കിൽ LDF-ന്റെ 4 മണ്ഡലങ്ങളുണ്ടായിരുന്നു. തൊടുപുഴയിൽ മാത്രമാണ് UDF-ന് ആധിപത്യം സ്ഥാപിക്കാനായത്. എന്നാൽ ഇത്തവണ 5 മണ്ഡലങ്ങളും UDF-നൊപ്പം നിന്നു എന്ന് തന്നെയാണ് വാസ്തവം. ഏതായാലും ഇടുക്കിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ 5 തവണ ഇടുക്കിയിൽ വിജയിച്ച ആളാണ്. റോഷി അഗസ്റ്റിനെ ഇത്തവണ പരാജയപ്പെടുത്തിയിരിക്കുന്നത് റോയ് കെ പൗലോസ് ആണ്. ഏതായാലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് റോയ് കെ പൗലോസ് വിജയിച്ചിരിക്കുന്നത്. പിരിമേഡിലേക്ക് വരുവാണെങ്കിൽ പിരിമേഡ് CPI-യുടെ ഏക മണ്ഡലമാണ്. പിരിമേഡ് മണ്ഡലം കഴിഞ്ഞ 4 തവണ CPI വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് പിരിമേഡ്. പിരിമേഡിൽ 2 തവണ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സിറിയക് തോമസ് ആണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉടുമ്പൻചോലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സേനാപതി വേണുവാണ് വിജയിച്ചിരിക്കുന്നത്. മണിയാശാൻ 3 തവണയും അതോടൊപ്പം തന്നെ KK ജയചന്ദ്രൻ MLA ആയ ഒരു മണ്ഡലം കൂടിയാണ്. മണിയാശാൻ മന്ത്രിയായ ഒരു മണ്ഡലം കൂടിയാണ്. ഈ മണ്ഡലം ഇത്തവണ സേനാപതി വേണു കൈയടക്കി എന്ന് വേണം പറയാൻ. ഇടത് കോട്ടയെ അറിയപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഉടുമ്പൻചോല സേനാപതി വേണുവും വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരെ തൊടുപുഴയിലേക്ക് വന്നാൽ അബു ജോണാണ്. UDF-ന്റെ കോട്ടയാണ് തൊടുപുഴ. ഇത്തവണയും ഈ കോട്ട നിലനിർത്തി എന്ന് വേണം പറയാം UDF നേതൃത്വം. ഏതായാലും വലിയ പ്രതീക്ഷയായിരുന്നു UDF-നുണ്ടായിരുന്നത്. പ്രചരണ രംഗത്ത് 3 മുന്നണികളും വലിയ ആവേശത്തിലായിരുന്നു. ദേവികുളം മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടന്ന ഒരു സ്ഥലമാണ് ദേവികുളം മണ്ഡലം. മുൻപ് CPM-ന്റെ MLA ആയിരുന്ന S രാജേന്ദ്രൻ BJP-യിലേക്ക് കയറി. അതോടൊപ്പം തന്നെ A രാജ കഴിഞ്ഞ തവണ സിറ്റിംഗ് MLA ആയ A രാജയായിരുന്നു ഇത്തവണ LDF-ൽ മത്സരിച്ചത്. UDF സ്ഥാനാർത്ഥിയായി പുതിയ മുഖം F രാജയാണ് UDF നേതൃത്വം കളത്തിലിറക്കിയത്. എന്നാൽ ഇതിൽ പറയാനുള്ളത് വലിയൊരു ത്രികോണ മത്സരം നടന്ന ദേവികുളം മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ വലിയ ആകാംക്ഷയായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഓരോ റൗണ്ടും എണ്ണുമ്പോഴും 3 മുന്നണികളും മാറി മാറി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. UDF-ഉം LDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ദേവികുളം മണ്ഡലത്തിൽ നടന്നത്. ഏതായാലും BJP സ്ഥാനാർത്ഥിയായ S രാജേന്ദ്രന് 15,000-ലധികം വോട്ടുകൾ നേടാൻ സാധിച്ചു. തോട്ടമേഖലയിൽ വലിയൊരു വേരോട്ടം ഉണ്ടായെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായ F രാജ 5,000-ലധികം വോട്ട് നേടി വിജയിച്ചു എന്ന് വേണം പറയാൻ. സിറ്റിംഗ് MLA കൂടിയ A രാജ വിജയിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഇടതുകോട്ടയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ആ ഇടതുകോട്ടയുടെ എല്ലാ ആകാംക്ഷയും അല്ലെങ്കിൽ പ്രതീക്ഷയെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെയാണ് UDF സ്ഥാനാർത്ഥിയും ദേവികുളം മണ്ഡലത്തിൽ വിജയിച്ചത്. ഇതോടെ 5 മണ്ഡലങ്ങളും UDF-നോടൊപ്പം ചേർന്നു എന്ന് വേണം പറയാൻ. മുൻപ് ഓരോ പാർട്ടികൾ 3 മുന്നണികളും വലിയ പ്രചാരണ രംഗത്തിറങ്ങുമ്പോൾ വിജയം വലിയ രീതിയിലായിരുന്നു. തങ്ങൾക്കൊപ്പം വിജയം തങ്ങൾക്കാണെന്നുള്ള ഒരു
അവകാശവാദം ഉന്നയിച്ചിരുന്നു. 3 മുന്നണികളും വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ജില്ലയെ അപേക്ഷിച്ച് നടത്തിയത്. ഏതായാലും അതെല്ലാം മാറി UDFിനോടൊപ്പം തന്നെ ഈ ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളും ചേർന്നു എന്നുള്ളത് വലിയൊരു ആകാംക്ഷയായ വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും UDF നേതൃത്വം വലിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത്. ചരിത്ര വിജയം കുറിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് ഇടുക്കിയിലെ UDF നേതൃത്വമുള്ളത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആനണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. അച്ചയൻസ് ഗോൾഡ് കേരളാംഗം വോട്ടെണ്ണൽ ദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. പവേർഡ് ബൈ നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. അസോസിയേറ്റ് സ്പോൺസർ അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. SLBS മാക്ലാൻസ്, ഒരു പ്രൊഫഷണൽ ജോലിക്കായി പഠിക്കൂ SLBS മാക്ലാൻസിൽ. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. An academy for future doctors and engineers. Future powered by Gokulam. Sapphire 7 roof tile ka enda bhangi enda eduppu. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Co-sponsor Jewel Rock Gold Loan, Kerala and Tamil Nadu. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. വർഷങ്ങൾ കഴിഞ്ഞാലും മായില്ല, മറയില്ല, പകിട്ടോടെയും തലയെടുപ്പോടെയും നിൽക്കും എന്നും. സഫായ് 7 റൂഫ് ടൈൽ കാർ എന്താ ഭംഗി എന്താ എടുപ്പ്. ഇന്റലിജന്റ് ആയ പുതുതലമുറയ്ക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ്. ലേൺ CMA USA ഇന്റഗ്രേറ്റഡ് BCom only from Indian Institute of Commerce, Lakshya. തൃശൂരിന്റെ മണ്ണിൽ യുവരാജ് സിംഗ് എത്തുന്നു. മെയ് 8 വൈകിട്ട് 4 മണിക്ക് തൃശൂരിന്റെ മണ്ണിൽ ആവേശത്തിന്റെ സിക്സർ പറത്താൻ സിക്സറുകളുടെ രാജാവും ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ യുവരാജ് സിംഗ് എത്തുന്നു. കൂടെ മലയാളത്തിന്റെ പ്രിയ നടി നവ്യ നായരും. വാദ്യഘോഷങ്ങളോടുകൂടിയ തകർപ്പൻ റോഡ് ഷോ മരത്താക്കര കുഞ്ഞനംപാറ സിഗ്നൽ മുതൽ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസായ ധനലക്ഷ്മി ഭവൻ വരെ ഈ വലിയ ആഘോഷത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ധനലക്ഷ്മി ഗ്രൂപ്പ്, മരത്താക്കര, തൃശൂർ. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff, the ultimate dandruff solution. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ, കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. സിവിൽ സർവീസസ് ഇന്റഗ്രേറ്റഡ് BA MBA പ്രോഗ്രാമുകൾ, UPSC സിവിൽ സർവീസസ് കോച്ചിംഗ്, എല്ലാ പ്രീമിയം ഗവൺമെന്റ് ജോലികൾക്കുമുള്ള മെന്ററിംഗ് പ്രോഗ്രാമുകൾ തുടങ്ങിയവ സങ്കൽപേദിക്കിൽ ലഭ്യമാണ്. സിവിൽ സർവീസസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ യാത്ര തുടങ്ങേണ്ടത് സങ്കൽപേദിക്കിൽ നിന്നാണ്. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ. മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ കോട്ടകൾ. ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്ര ട്രിപ്പ്. ഭക്തിയോടെ ഉള്ളിൽ സൂക്ഷിച്ചൊരു മൂകാംബിക ദർശനം. കൂട്ടുകാരോടൊപ്പം തായ്ലൻഡിലേക്കൊരു വിനോദയാത്ര. ഇൻട്രൊഡ്യൂസിംഗ് യെസ് ടു ഗോ. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. യെസ് ടു ഗോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാക്കേജ് തിരഞ്ഞെടുക്കും. മാസതവണകളായി അടച്ച് നിങ്ങളുടെ സ്വപ്നയാത്ര ഞങ്ങളോടൊപ്പം ആഘോഷിക്കും. ഇനി സ്വപ്നങ്ങളോട് ധൈര്യമായി പറയാം, യെസ് ടു ഗോ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 8
ചേട്ടാ കണക്ട് ആവണേ. ബേസിൽ കണക്ട് ആവോ ഇല്ലയോ ഒന്ന് നോക്കാം. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another six. Is that a six? Yes, it's a six. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. അച്ചയൻസ് ഗോൾഡ് കേരളാംഗം വോട്ടെണ്ണൽ ദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. പവർഡ് ബൈ നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. അസോസിയേറ്റ് സ്പോൺസർ അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. SLBS മാക്ലാൻസ്, ഒരു പ്രൊഫഷണൽ ജോലിക്കായി പഠിക്കൂ SLBS മാക്ലാൻസിൽ. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. An academy for future doctors and engineers. Future powered by Gokulam. Sapphire 7 roof tile ka enda bhangi enda edupu. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Co-sponsor Jewel Rock Gold Loan, Kerala and Tamil Nadu. വാർത്തകളിലേക്കാണ്. നഷ്ടപ്പെട്ടു പോയ UDF പ്രതാപം വീണ്ടെടുത്ത ആഹ്ലാദത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ. റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വീശിയടിച്ച UDF കൊടുങ്കാറ്റിൽ LDFന്റെ കോട്ടക്കൊത്തളങ്ങളാണ് ചവിട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായി തുടർഭരണം ആഗ്രഹിച്ചവർക്ക് ചുട്ട മറുപടിയാണ്. അതായത് ഒരു ട്രെൻഡിങ് പോലെയാണ് എല്ലാ പ്രവചനങ്ങളും ശരിവെച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് UDF മിന്നുന്ന വിജയം കാഴ്ചവെച്ചത്. ഇതിന് ശരിവെക്കുന്ന തരത്തിലാണ് UDFന്റെ നഷ്ടപ്പെട്ടു പോയ പത്തനംതിട്ട ജില്ലയിലെ പ്രതാപം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 5 മണ്ഡലങ്ങളിലും UDFന്റെ മേൽക്കൈ നേടിയാണ് എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലെയും അടൂരിലെയും വോട്ടെണ്ണൽ കേന്ദ്രമായ ചെന്നിർക്കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഐതിഹാസികമായ വിജയമാണ് അഡ്വക്കേറ്റ് അബിൻ വർക്കി കോടിയാട്ട് നടത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് അബിൻ വർക്കി കഴിഞ്ഞ 10 തവണ മണ്ഡലത്തിലെ MLA കൂടിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ നിലംപരിശാക്കിക്കൊണ്ടാണ് ഏകദേശം 70,000 വോട്ടിന്റെ ലീഡോടുകൂടി അഡ്വക്കേറ്റ് അബിൻ വർക്കി തന്റെ കന്നി അംഗത്തിൽ ആറന്മുളയിൽ വിജയിച്ചു വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെയാണ് അടൂരിൽ പാർട്ടിയുടെ സംവരണ മണ്ഡലമായ അടൂരിൽ മിന്നുന്ന വിജയമാണ് അഡ്വക്കേറ്റ് CV ശാന്തകുമാർ കാഴ്ചവെച്ചിട്ടുള്ളത്. നിലവിലെ അത് കഴിഞ്ഞ 15 വർഷമായി CPയുടെ സംവരണ നേതൃത്വത്തിൽ ഭരണം മുന്നോട്ട് നടക്കുന്ന അവിടെ പാർട്ടിക്ക് കനത്ത മറുപടി നൽകിക്കൊണ്ടാണ് UDFന്റെ അഡ്വക്കേറ്റ് CV ശാന്തകുമാർ അടൂരിൽ സംവരണ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനോടൊപ്പം തന്നെ തിരുവല്ലയിൽ കഴിഞ്ഞ 20-25 വർഷവും MLA ആയും മന്ത്രിയായും വിജയിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് മാത്യു ടി തോമസിനെ നിലംപരിശാക്കിക്കൊണ്ടാണ് UDFന്റെ ജോസഫ് വിഭാഗത്തിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കൂടിയും UDFന്റെ കൺവീനർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് വർഗീസ് മാവൻ മികച്ച വിജയം ഏകദേശം 5000 വോട്ടുകൾക്കിന്റെ ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് വർഗീസ് മാവൻ UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള ജോസഫ് ഗ്രൂപ്പിന്റെ മിന്നുന്ന വിജയം നേടിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനെ നിലംപരിശാക്കിക്കൊണ്ടാണ് KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പഴകുളം മധു റാന്നിയിൽ മിന്നുന്ന വിജയം നേടിയിട്ടുള്ളത്. അവിടെ ഏകദേശം 5000-നും 6000-നും വോട്ടിനാണ് അഡ്വക്കേറ്റ് പഴകുളം മധു റാന്നിയിൽ വിജയിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് കോന്നിയിലാണ്. കോന്നിയിൽ നിലവിലെ MLAയും കൂടി CPMന്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജനീഷ് കുമാറും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലും ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഏകദേശം ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അവസാന ചിത്രം ലഭ്യമാകുമ്പോൾ പത്തനംതിട്ടയിൽ നഷ്ടപ്പെട്ടു പോയ UDFന്റെ പ്രതാപം തിരിച്ചു പിടിച്ചു എന്നുള്ള ആഹ്ലാദത്തിലാണ് നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രവർത്തനം. നമുക്ക് ഇവരോടൊപ്പം തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് കേരളത്തിലെ ദുർഭരണത്തിനെതിരെയുള്ള ഒരു പ്രതികരണമാണിത്. കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരള ജനതയെ വഞ്ചിച്ച പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വിധിയാണ് ഈ വിധിയെടുത്ത്. പത്തനംതിട്ട ജില്ല 5 നിയോജകമണ്ഡലം LDF-ലായിരുന്നു. ഈ പ്രാവശ്യം 5 നിയോജകം തിരിച്ചു പിടിച്ചത് ജനത്തിന്റെ പ്രതികാരത്തിന്റെ വകയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. 10 വർഷം അധികാരമില്ലാതിരുന്നു. അത് അവരുടെ ഗുണ്ടായിസം, LDFന്റെ ഗുണ്ടായിസവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇവിടുത്തെ ജനത, കോൺഗ്രസ്സുകാർ മാത്രമല്ല ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ, ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. പിണറായി പോലും ആദ്യഘട്ടത്തില്
വളരെ പുറകോട്ട് പോയി. ആ പുറകോട്ട് പോകാനുള്ള കാരണം കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ വെറുത്തു. ആ വെറുപ്പ് കാരണമാണ് ഈ അത്യുജ്വലമായ വിജയം കോൺഗ്രസ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനതയുടെ വിജയം കൂടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. MG കണ്ണന്റെ ദ്രോഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ശാന്തകുമാർ വിജയിച്ചത്. LDF അത്രയും വലിയ ദ്രോഹം നടത്തിയത്. അങ്ങനെ നമുക്ക് ചുറ്റും കൂടി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആഹ്ലാദത്തിലാണ്. അവർ LDFന്റെ കഴിഞ്ഞ കാലത്തെ ഭരണത്തിന്റെ എതിരായിട്ട് ജനങ്ങളുടെ വിധിയെടുത്താണ് അവര് പറയുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായിട്ടില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും LDF വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം കൂടുതലായി 3 സീറ്റുകളിൽ മാത്രമാണ് UDFന് വിജയിക്കാനായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 1 മാസത്തോളമുണ്ടായ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴും തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDFന് വിജയിക്കാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും LDF തന്നെ വിജയിച്ചു. 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ പ്രൊഫസർ C രവീന്ദ്രനാഥും 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി NK അക്ബർ ഗുരുവായൂരിലും വിജയിച്ചു. അതേസമയം ഒല്ലൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി K രാജൻ 8000-ലധികം ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, പുതുക്കാട്, നാട്ടിക, കയ്പമംഗലം തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിലും LDF മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. നന്ദി പറഞ്ഞ് ചാലക്കുടിയിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് ഇതെന്നും സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ, കേരളത്തിന്റെ ഒരുപാട് പുറകോട്ട് നയിച്ചൊരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. അതിനെതിരായിട്ടൊരു ശക്തമായ വികാരം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധിയിൽ കാണാനായിട്ട് സാധിക്കും. UDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. UDFന്റെ വിജയത്തിൽ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. LDF സർക്കാരിനെതിരായ ജനവികാരമാണ് മികച്ച ഭൂരിപക്ഷം സമ്മാനിച്ചതെന്ന് ഉടുമ്പൻചോല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു. LDF അനുഭാവികൾ പോലും തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തുവെന്നും സേനാപതി വേണു പറഞ്ഞു. കാരണം ഉടുമ്പൻചോലയിൽ 87 മുതൽ 2001 വരെ UDFന്റെ MLA മാത്രം ജയിച്ചു. 2001-ലുണ്ടായ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, ഞാനതൊരു വിമർശനത്തിലേക്ക് പറയുകയല്ല, അതിനുശേഷമുണ്ടായ ചില പ്രത്യേക രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഉടുമ്പൻചോല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇടതു കോട്ട എന്നുള്ളൊരു വിശേഷണം ഒരിക്കലും ഉടുമ്പൻചോലയ്ക്ക് ചേർന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യം 38,305 വോട്ടിന് CM മണി വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ വിജയിക്കുമ്പോൾ എന്താ പറയുക, CPM-കാർ ഒഴിച്ചുള്ള ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ഇപ്പം ഞാൻ ഈ 9 റൗണ്ട് നിൽക്കുമ്പോൾ 12,000 വോട്ടിലാണ് ഞാൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് അപ്പുറത്തുനിന്ന് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അച്ചയൻസ് ഗോൾഡ് കേരളാംഗം വോട്ടെണ്ണൽ ദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. പവർഡ് ബൈ നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBIS-ൽ പഠിക്കാം. അസോസിയേറ്റ് സ്പോൺസർ അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. SLBS മാക്ലാൻസ്, ഒരു പ്രൊഫഷണൽ ജോലിക്കായി പഠിക്കൂ SLBS മാക്ലാൻസിൽ. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. An academy for future doctors and engineers. Future powered by Gokulam. Sapphire 7 roof tile ka enda bhangi enda edupu. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Co-sponsor Jewel Rock Gold Loan, Kerala and Tamil Nadu. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti.
വർഷങ്ങൾ കഴിഞ്ഞാലും മായില്ല, മറയില്ല. പകിട്ടോടെയും തലയെടുപ്പോടെയും നിൽക്കും എന്നും. സഫായ് 7 റൂഫ് ടൈൽ കാർ. എന്താ ഭംഗി, എന്താ എടുപ്പ്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ യുവരാജ് സിംഗ് മെയ് 8 വൈകിട്ട് 4 മണിക്ക് തൃശൂർ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ മരത്താക്കര കോർപ്പറേറ്റ് ഓഫീസിൽ എത്തുന്നു. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ ഐബിസിൽ പഠിക്കാം. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. IBIS Academy of Higher Education. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. ഓരോ ദിവസവും നിരവധി ഷെഡ്യൂളുകൾ. അവിടെയെല്ലാം വ്യത്യസ്തമായി തിളങ്ങണം. അതിന് വെറൈറ്റി ഓർണമെന്റ്സ് വേണമല്ലോ. ഇത് രാവിലെ മൂവി പ്രൊമോഷൻ അണിയാനുള്ളതാ. പിന്നീട് എന്റെ കോളേജിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഷൈൻ ചെയ്യണം. ഉച്ച കഴിഞ്ഞ് ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അതിനിതായാലോ? ഫ്രണ്ട്സിന്റെ നൈറ്റ് പാർട്ടിക്ക് ഇത് നന്നായിരിക്കും അല്ലേ? ഇതെല്ലാം വാങ്ങാൻ ഞാൻ ഒരുപാട് കടകളൊന്നും കയറി ഇറങ്ങിയിട്ടില്ല. എല്ലാം ഒരേ കടയിൽ നിന്ന് തന്നെ ലഭിച്ചു. നമ്മുടെ ജോസാ ലൂക്കാസ്. നിരവധി ആഘോഷങ്ങൾ, ഒരേ ജ്വല്ലർ. ജോസാ ലൂക്കാസ്. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ. മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ കോട്ടകൾ. ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്ര ട്രിപ്പ്. ഭക്തിയോടെ ഉള്ളിൽ സൂക്ഷിച്ചൊരു മൂകാംബിക ദർശനം. കൂട്ടുകാരോടൊപ്പം തായ്ലൻഡിലേക്കൊരു വിനോദയാത്ര. ഇൻട്രൊഡ്യൂസിംഗ് യെസ് ടു ഗോ. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. യെസ് ടു ഗോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാക്കേജ് തിരഞ്ഞെടുക്കും. മാസതവണകളായി അടച്ച് നിങ്ങളുടെ സ്വപ്നയാത്ര ഞങ്ങളോടൊപ്പം ആഘോഷിക്കും. ഇനി സ്വപ്നങ്ങളോട് ധൈര്യമായി പറയാം, യെസ് ടു ഗോ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ജനഹൃദയങ്ങളിലേക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുകയുമായി ഗോൾഡ് ലോൺ, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ ആൻഡ് അഗ്രികൾച്ചർ ലോൺസ്. ആകർഷമായ പലിശ നിരക്കിൽ ഡെപ്പോസിറ്റ് ആൻഡ് ഡിബഞ്ചേഴ്സ് സ്വീകരിക്കുന്നു. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ ഐബിസിൽ പഠിക്കാം. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. IBIS Academy of Higher Education. അച്ചയൻസ് ഗോൾഡ്. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45-ൽ പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ബേസിൽ കണക്ട് ആവുമോ ഇല്ലയോ എന്ന് നോക്കാം. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Is that a 6? Yes, it's a 6. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. അച്ചയൻസ് ഗോൾഡ് കേരളാംഗം വോട്ടെണ്ണൽ ദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അച്ചയൻസ് ഗോൾഡ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. പവർഡ് ബൈ നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ ഐബിസിൽ പഠിക്കാം. അസോസിയേറ്റ് സ്പോൺസർ അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. SLBS മാക്ലാൻസ്, ഒരു പ്രൊഫഷണൽ ജോലിക്കായി പഠിക്കൂ SLBS മാക്ലാൻസിൽ. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. An academy for future doctors and engineers. Future powered by Gokulam. സഫായ് 7 റൂഫ് ടൈൽ കാർ. എന്താ ഭംഗി, എന്താ എടുപ്പ്. നിസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, കൽപ്പക ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി.